ഞാൻ ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരട്ടെ. എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 വർഷത്തിനകം ഈ പാലായുടെ ഈ പ്രദേശം മുഴുവൻ വേറൊരു ടൗൺഷിപ്പായിട്ട് മാറുന്ന ഒരു പ്രത്യേകതയാണ് വരാൻ. ഒന്ന്, ഈ പാലം ഇപ്പോൾ വീതി കൂട്ടുന്നു. ഇപ്പം നമുക്ക് പാലായിലെ ഗതാഗതക്കുരുക്കെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. തെറ്റിദ്ധരിക്കരുത്, കേരളത്തിൽ എല്ലായിടത്തും ഗതാഗതക്കുരുക്ക്. ഏത് സ്ഥലത്ത് ചെന്നാലും ഏത് പട്ടണത്തിൽ ചെന്നാലും ഗതാഗതക്കുരുക്കുണ്ട്, വാഹനം വർദ്ധിച്ചത് കൊണ്ടാണ്. പക്ഷെ നമ്മളിതൊന്ന് ക്രമീകരിക്കുകയാണ്. പാലായിലെ ഗതാഗതക്കുരുക്കിൻ്റെ പ്രധാനപ്പെട്ട ചില ബോട്ടിൽ നെക്സ്. ഒന്ന്, ഈ പാലത്തിൻ്റെ വീതി കുറവ്. വരുന്ന വണ്ടികളെല്ലാം ഇതിനെ കടന്നു പോകാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഈ പാലം ഇരട്ടിപ്പിക്കുക, വേറൊരു പാലം കൂടെ പണിയുകയാണ്. ഏതാണ്ട് 3 കോടി രൂപയാണ് ഈ പുതിയ പാലം പണിയുന്നതിന്. ഏതാണ്ട് 3 കോടി 15 ലക്ഷം രൂപ, 315 ലക്ഷം രൂപയാണ്. 3 കോടി 15 ലക്ഷം രൂപ അത് മുടക്കിക്കൊണ്ട് ഒരു പുതിയ പാലം പണിയുന്നു. ആ പുതിയ പാലം പണിയുമ്പോൾ എനിക്ക് യാതൊരു സംശയവും ഇല്ല, ഇന്ന് എത്ര ഗതാഗത തടസ്സമുണ്ടോ അതിൽ ഒരു 75% ഇതുകൊണ്ട് മാറും. ഇത് കഴിഞ്ഞ സ്നേഹിതരെ വേറൊരു പ്ലാൻ ഇട്ടിരിക്കുന്നത്, ഈ പാലം പണിത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ അങ്ങോട്ട് പോവുകയാണ്. ഈ ലാലത്തോട്ടിൻ്റെ സൈഡിൽ കൂടി ഒരു വലിയ റോഡ് നിർമ്മിക്കാൻ പോവുക. KSRTC ഗാരേജിൻ്റെ പുറകിൽ കൂടി അത് കരൂരുള്ള പാലത്തിലേക്ക് പോവുകയാണ്. ഇതിനുള്ള എല്ലാ സാങ്ഷനും കൊടുത്തു കഴിഞ്ഞിരിക്കുക. അപ്പുറത്ത് 35 കോടി രൂപ, 35 കോടി രൂപയുടെ ഒരു ട്രാൻസ്പോർട്ട് ടെർമിനൽ വരാൻ പോകും. കണ്ണൂര് വേറെ കേരളത്തിൽ 1-2 സ്ഥലത്ത് മാത്രമുള്ള രീതിയിലുള്ള ഒരു വലിയ ടെർമിനലാണ്. ആ ടെർമിനൽ 35 കോടി രൂപയുടെ ടെർമിനൽ വരുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊരു പുതിയ മുഖച്ഛായ വരികയാണ്. ആ ടെർമിനൽ വരുന്നത് കൊണ്ടാണ് ഈ തോട്ടിയിടിയെ വലിയ വീതിയിൽ 4 വരി പാതയാക്കി നേരെ ഒരു റോഡും ആ ടെർമിനലും ഈ പാലം വീതി കൂട്ടുകയും കൂടെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ പാലായിൽ ഒരു പുതിയ ടൗൺഷിപ്പ് ഈ ഭാഗത്തുണ്ടാകാൻ പോകുന്നു. പാലായുടെ വികസനത്തിന്റെ മറ്റൊരു നാഴികക്കല്ലായിട്ട് ഞാനതിനെ കാണുകയാണ്. പുതിയ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ 10 റോഡുകൾ, പാലാ മുനിസിപ്പാലിറ്റിയിലെ 10 റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. നമ്മൾ സാധാരണഗതിയിലുള്ളൊരു കുഴപ്പമെന്നായിച്ചാൽ ഓരോ വർഷവും മഴ വരുമ്പോൾ ഒന്ന് നന്നാക്കും, കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിപ്പൊളിയും. വാഹനങ്ങൾ ഉടനെ പോകുമ്പോൾ എല്ലാം ചാടി പോകും. അത് തന്നെ ഗതാഗതക്കുരുക്കിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഈ കുണ്ടും കുഴിയുള്ളതുകൊണ്ട് സ്മൂത്തായിട്ട് വാഹനങ്ങൾ പോവുകയില്ല. അപ്പോൾ വാഹനങ്ങളെല്ലാം പതുക്കെ പോകും. അപ്പോൾ നമ്മുടെ വാഹന ഗതാഗത സൗകര്യത്തിന് വേണ്ടി പാലായിലെ 10 റോഡുകൾ, പാലാ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുന്ന 10 റോഡുകൾ BMBC നിലവാരത്തിലേക്ക് അത് ഉയർത്തി പരിഷ്കരിക്കുമ്പോൾ നമുക്ക് വലിയ ഒരു മാറ്റം അതിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. ഇതായി കുരിശുപള്ളി ജംഗ്ഷനിൽ അവര് ആ ഉടമസ്ഥരോട് സഹകരിക്കണം. ആ കുരിശുപള്ളി ജംഗ്ഷനിലെ കെട്ടിടമെല്ലാം പൊളിച്ച് റിവർ വ്യൂ റോഡിലേക്ക് വലിയ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാങ്ഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. കളരിയാമാക്കൽ പാലത്തിന് ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. ആ ടെൻഡർ വിളിച്ചു, ഇനി പണി ആരംഭിക്കുകയാണ്. ഈ മാസം 30-ാം തീയതിയാണ് ടെൻഡർ സ്ഥിരീകരിക്കുന്നത്. ഈ മാസം 30-ാം തീയതിയാണ്. കളരിയാമാക്കൽ ആ പാലം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ വഴി നല്ലത്. അതൊക്കെ മുനിസിപ്പൽ ചെയർമാൻ്റെ ചുമതലയാണ്. ഇനി വഴി ഉണ്ടാക്കി തരണം. കളരിയാമാക്കൽ പാലത്തിൽ നിന്ന് അവിടെ നിന്നുള്ള വഴി ഒന്ന് ശരിയാക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ് മുരിക്കുമ്പുഴ വേറൊരു പാലം. അപ്പൊ പാലം, അതിന് മുകളിൽ മുരിക്കുമ്പുഴ പാലം, അതിനു മുകളിൽ കളരിയാമാക്കൽ പാലം. ഇതൊക്കെ മീനച്ചിൽ നദിയിലാണ് ഇതൊക്കെ വരാൻ പോകുന്നത്. ചെക്ക് ഡാം കം ബ്രിഡ്ജസ് വരാൻ പോവുക. അപ്പൊ ഒന്നിന്റെ ടെൻഡർ കൊടുക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് ടൗണിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ മനോഹരമാക്കുകയാണ്. 2030-ലെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാലാ നഗരത്തെ പുതിയ ഒരു വികസനത്തിന്റെ മാനത്തിലേക്ക് ഉയർത്തുക, അതാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആ നിലയിലേക്ക്
മുന്നോട്ട് നീങ്ങുന്നു. നമ്മുടെ റോഡുകളെല്ലാം രീതി മാറുന്നു. 2030 പാലായിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നിറവേറ്റി കൊടുക്കാൻ പോവുക. ഇനി വേറൊരു കാര്യം, ഞാൻ ഒന്ന് ശ്രമിക്കുന്നത് RV പാർക്കിന്റെ അവിടെ നിന്ന് മീരിച്ചിൽ നദിയുടെ തീരത്തുകൂടി നേരെ ബിഷപ്പ് ഹൗസിന്റെ ഇപ്പുറത്തുകൂടി നമ്മുടെ ഓലിക്കൽ ഐ ക്ലിനിക്കിന്റെ ആ ഭാഗത്തേക്ക് ഒരു പാത വെട്ടിത്തുറക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. അതൊക്കെ വെട്ടിത്തുറക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയേറെ എളുപ്പകരമായിട്ട് കാര്യങ്ങൾ നീങ്ങും. ഇപ്പൊ തൊടുപുഴ റോഡിൽ നിന്നുള്ള 4 വരി പാതയുടെ നിർമ്മാണമായി പാലം വളരെ വേഗതയിൽ പുരോഗമിക്കുക. ലാലം തോട്ടിൽ പണിയുന്ന പാലം 4 വരി റോഡ് തദേവൂസ് ജംഗ്ഷനിൽ നിന്ന് സിവിൽ സ്റ്റേഷനിലേക്കുള്ള 4 വരി ആ പാത, അതിന്റെ നിർമ്മാണം ഈ മഴക്കാലം കഴിയുമ്പോൾ പൂർണ്ണമാവും. എനിക്ക് വലിയ ഭയം ഉണ്ടായിരുന്നു ഈ മഴയ്ക്ക് മുമ്പ് പണി തുടങ്ങാവോ എന്ന്. പാലത്തിന്റെ പില്ലറെല്ലാം വാർത്തു കഴിഞ്ഞു, ഇനി ബുദ്ധിമുട്ടില്ല. ആ പാലം സിവിൽ സ്റ്റേഷന്റെ പുറകിലുള്ള ആലം തോട്ടിലുള്ള പാലം 4 വരി പാതയ്ക്കുള്ള 4 വരി പാലം, അതിന്റെ നിർമ്മാണം വളരെ വേഗതയിൽ നടക്കുന്നു. ആ റോഡ് പൂർത്തിയാവുന്നതോടുകൂടി ഈ മഴക്കാലം കഴിയുമ്പോൾ തുറന്നു കൊടുക്കാൻ കഴിയും. പാലായെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം അതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്ന് പ്രത്യേകം പറയട്ടെ.